ഓം ശാന്തി. ഒരല്പസമയം നിശബ്ദമായിരുന്നാൽ, അല്ലെങ്കിൽ ഒന്ന് ശാന്തമായിരുന്നാൽ വളരെ പെട്ടെന്ന് മാറ്റാവുന്ന ജീവിത പ്രശ്നങ്ങളെ ആ ഒരു വിദ്യ അറിയാത്തതുകൊണ്ട് ഊതിവീർപ്പിച്ച് വലുതാക്കി ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കാണ് ഇന്ന് നമ്മൾ ഈ വിഷയം കൈമാറുന്നത്. നിശബ്ദത കൊണ്ടെങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കും? ശാന്തമായിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര സുഗമമാകും? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിക്കാം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മിനയുന്ന ഓരോ പദ്ധതികൾ, നമ്മൾ ചിന്തിക്കുന്ന പ്ലാനുകൾ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിനെ കൊണ്ടുപോയി ചെന്ന് എത്തിക്കുവാൻ ശാന്തിയുടെ ശക്തി നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ശാന്തിയുടെ ശക്തി എങ്ങനെ നമ്മെ സഹായിക്കുന്നു? ഈ രണ്ട് വിഷയങ്ങൾ. ഇതിലെ ആദ്യം നമുക്ക് പദ്ധതികളെ കുറിച്ചെടുക്കാം. നമ്മളൊരു എന്തെങ്കിലും വലിയൊരു കാര്യം ഏറ്റെടുത്തെന്ന് വിചാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടാവുക. എനിവേ, ഒന്നുകിൽ പരിചയമുള്ളതും ആയിരിക്കാം, പക്ഷേ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ് എന്നിരിക്കട്ടെ. പക്ഷെ നമ്മൾ ഏറ്റെടുത്തു. ജയിച്ചാൽ, ഈ വിഷയം സക്സസ് ആയാൽ ഒരുപാട് മെച്ചമുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ഉടനടി ടെൻഷൻ തുടങ്ങുകയായി. കാരണം അത് ജയിക്കണമല്ലോ. ജയിച്ചില്ലെങ്കിൽ നഷ്ടമല്ലേ, ജയിച്ചാലല്ലേ കിട്ടൂ. അപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ആ പരിപാടി, അതൊരു പരീക്ഷയാകാം, വലിയ എന്തെങ്കിലും ഓഫീസിലെ പ്രൊജക്റ്റുകളാകാം, നമ്മുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതായിരിക്കാം ചിലപ്പോൾ. എന്തോ ആകട്ടെ, അത് ജയിച്ചാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് അത് ജയിക്കുന്നവരെ എന്റെ സമാധാനത്തെ ഞാൻ കളയും. ഇവിടെയാണ് ശാന്തിയുടെ ശക്തിയുടെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്റെ ജീവിതത്തിൽ പരിശീലിച്ചിട്ടുള്ള ഒരു കാര്യം പറയാം. എന്നോടൊപ്പം രാജയോഗം അഭ്യസിക്കുന്ന ഒരുപാട് പേർ പരിശീലിക്കുന്ന ഒരു കാര്യം. നമ്മൾ വലിയൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയാണ് എങ്കിൽ ആ കാര്യം നമ്മൾ തലയിലേക്ക് കയറ്റുന്നതിന് മുൻപ് തന്നെ ഒരല്പസമയം നമ്മൾ സ്വസ്ഥമായിരുന്ന്, ശാന്തമായിരുന്ന് നമ്മളുടെ ശക്തിയെക്കുറിച്ച് അവബോധം ഉള്ളവരായി മാറണം. നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയം വളരെ വലുതായതുകൊണ്ട് ഞാൻ വളരെ ചെറുതാണ് എന്നുള്ള ബോധത്തിലിരുന്നാൽ അത് നമുക്കൊരു ഭാരമാകും. അതുകൊണ്ട് ആ വിഷയത്തെക്കാൾ വലുതാകണം ഞാൻ, എന്നാലേ എനിക്ക് അതിനെ താങ്ങാൻ കഴിയൂ. ഒരു നിയമം പറയാറുണ്ട്, എന്റെ ശരീരഭാരത്തേക്കാൾ വലിയൊരു ഭാരം എന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് പറയും. ഈ നിയമം ഈ മനസ്സിന്റെ കാര്യത്തിലും ബാധകമാണ്. എന്റെ മനസ്സിന്റെ വലിപ്പത്തിനോളമേ എനിക്ക് വലിപ്പമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. അഥവാ ഞാൻ ചെറിയ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോഴേക്ക് തന്നെ അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സ് വളരെ ചുരുങ്ങിയതാണെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഏറ്റെടുക്കുന്ന ഒരു വിഷയം എനിക്ക് ഒരു കളി പോലെ പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ എന്റെ മനസ്സ് അത്രയും വലുതായിരിക്കണം, മനസ്സിന്റെ ശക്തി അത്രയും വലുതായിരിക്കണം. ഈ ശക്തി എങ്ങനെയാണ് മനസ്സിലുണ്ടാകുക? ശാന്തിയിലൂടെയാണ് ഉണ്ടാകുക. ശാന്തമായ ഒരല്പസമയം ഇരിക്കുന്നതിലൂടെ മനസ്സിന് ശക്തി കൈവരുന്നു. കാരണം മനസ്സ് അതിന്റെ എല്ലാ ശക്തികളെയും റീഗെയിൻ ചെയ്തെടുക്കുന്നത് അത് ശാന്തമായിരിക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഫ്രീസറിനകത്ത് കുറച്ച് വെള്ളം വെച്ച് നിങ്ങൾ അതിനെ ഇളക്കിക്കൊണ്ടേയിരുന്നാൽ അത് ഐസാകില്ല. അതിനെ സ്റ്റിൽ ചെയ്ത് വെക്കണം, ഇളകാതെ വെക്കണം. തണുപ്പിച്ചാൽ മാത്രം പോരാ. ഇതുപോലെ നമ്മുടെ മനസ്സിലെ ശക്തി സ്വരൂപിക്കപ്പെടണമെങ്കിൽ അതിനെ ഒരല്പസമയം ഇളകാതെ വെക്കാൻ നമുക്കറിയണം. മനസ്സിൽ ചിന്തകൾ ഇല്ലാതെയാക്കുക എന്നത് സാധ്യമല്ല, എന്നാൽ മനസ്സിൽ ശാന്തമായ ചിന്തകൾ രചിക്കുക എന്നുള്ളത് സാധ്യമാണ്. ശാന്തി ഉണ്ടാക്കുന്ന ചിന്തകൾ രചിക്കുക, സ്വസ്ഥമായ ചിന്തകൾ. ശാന്തമായ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ശാന്തിയെക്കുറിച്ച് ചിന്തിക്കുക. അതുതന്നെ, ഞാൻ ശാന്തനാണ്, എന്റെ സ്വഭാവം ശാന്തിയാണ്. എത്ര വലിയ കാര്യങ്ങളെ ഏറ്റെടുക്കുമ്പോഴും വളരെ ശാന്തമായി മനസ്സിനെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ.
ഇത് തന്നെ മനസ്സിന് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ മനസ്സിനെ എന്ത് പഠിപ്പിച്ചോ അത് ഏറ്റെടുക്കും. അത് മനസ്സ് അംഗീകരിക്കും. നിങ്ങൾ നിരന്തരം പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സ് അംഗീകരിക്കും. ഇതൊരു വലിയ കാര്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും കഴിയാത്ത കാര്യമാണ്, പിന്നെയും ഞാൻ ഏറ്റെടുത്തേ ഉള്ളൂ, ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇത് ചെയ്ത് തീർക്കണമല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് എന്റെ മനസ്സിന്റെ ശക്തി ചെറുതാണ്, ഞാൻ ഏറ്റെടുത്ത കാര്യം വലുതാണ് എന്ന് എന്റെ മനസ്സിനെ ഞാൻ വീണ്ടും വീണ്ടും ബോധിപ്പിച്ചാൽ എന്റെ മനസ്സ് ആ കാര്യം കൊണ്ട് ക്ഷീണിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ ആദ്യം വലുതാക്കണം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ എത്ര വലിയ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, എത്ര വലിയ വലിയ മെഗാ ഇവന്റുകൾ നടക്കുന്ന സമയത്തും പൊതുവെ കാണാറുള്ള ഒരു കാഴ്ചയാണ്, അതിന്റെ മുഴുവൻ ചുമതലയുള്ള ആൾ ശാന്തമായിരുന്ന് യോഗം അഭ്യസിക്കുന്നത് കാണാം. ചിലപ്പോൾ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കണ്ടിട്ട് വിചാരിക്കും, ഇത്രയും വലിയ കാര്യം നടക്കുമ്പോൾ ഇവര് മിണ്ടാതിരുന്ന് യോഗം ചെയ്യുകയാ. പക്ഷെ അതിന്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടേ. ഇതിന്റെ മുഴുവൻ ചുമതല എടുത്തിരിക്കുന്ന ആൾ അതിന് യോഗ്യതയുള്ള ആളാണ്. ഇതിന് ഞാൻ ഒരുപാട് ബഹളമുണ്ടാക്കിയത് കൊണ്ട് ഇത് വിജയിക്കാൻ പോകുന്നില്ലെന്നും, എന്റെ മനസ്സിന്റെ ശക്തിയെ ഞാൻ ആദ്യം ഉയർത്തുകയാണെങ്കിൽ എനിക്ക് ഈ സംഭവത്തെ വളരെ മനോഹരമായി പൂർത്തീകരിക്കുവാനുള്ള ശക്തി ഉണ്ടാവുമെന്നും, അഥവാ ഇതിൽ എന്തെങ്കിലും ചെറിയ വിഘ്നങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഇളകി അതിനെ വലിയ വിഘ്നമാക്കി മാറ്റി ഞാൻ തന്നെ താഴെ വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്, അഥവാ ആ സംഭവം ദുരനുഭവമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുതെന്ന് ലീഡേഴ്സിന് സദാ ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ ശാന്തമായിരിക്കുന്നത്. എന്നാൽ പൊതുവെ യോഗം അഭ്യസിക്കാത്തവർ നേരെ തിരിച്ചാണ്. തന്റെ പ്ലാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം അവർ അസ്വസ്ഥരാണ്. ഒപ്പം ആ കാര്യത്തിൽ ആരൊക്കെ സഹകരിച്ചു കൊണ്ടിരിക്കുന്നോ അവരെ അസ്വസ്ഥരാക്കുകയാണ്. തനിക്കും സ്വസ്ഥതയില്ല, തന്റെ കൂടെ ആ കാര്യം ഏറ്റെടുത്ത കാര്യത്തിൽ ആരൊക്കെ സഹായികളാണോ അവർക്കും സ്വസ്ഥതയില്ല. ഞാൻ കാരണം കാര്യം വിജയിച്ചാലും ഇല്ലെങ്കിലും അത്ര നേരത്തെ ആ അസ്വസ്ഥത നമുക്ക് വലിയൊരു നഷ്ടമല്ലേ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്? ആ അസ്വസ്ഥമായ നിമിഷങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ സ്വസ്ഥമാക്കാൻ കഴിയുമോ? ചെറിയ ചില കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥമാകുന്നത് കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് പോയി അമ്പലത്തിലോ മറ്റോ പോയി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നല്ല വിലപിടിപ്പുള്ള ചെരുപ്പായിരുന്നു, കാണാനില്ല. ചിലപ്പോൾ ഒന്ന് തെരഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ആ നടന്നു പോണ ആളുകളുടെ കാലിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അപ്പോഴേക്കും ആദ്യം അസ്വസ്ഥമാകുന്നു, എന്നിട്ടാണ് തെരയൽ പോലും തുടങ്ങുന്നത്. അതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും ഈ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. തെരഞ്ഞ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും പോയി തിരയുക. ഒരു ബുക്ക് കാണാനില്ലാതെയായി ഒരു ഷെൽഫിനകത്ത് ഒരു അലമാരയിൽ 5 തട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 തട്ട് നമ്മൾ തെരഞ്ഞിട്ടുണ്ടാകും. പിന്നെ എവിടെയൊക്കെ പോയി തെരഞ്ഞ് വേറെ റൂമിലെ തട്ടുകളിലൊക്കെ പോയി തെരഞ്ഞ് വീണ്ടും ഈ അലമാരയിലെ 5 തട്ടുകൾ വീണ്ടും തിരയും. ആദ്യത്തെ തിരയലിൽ വിശ്വാസമില്ല, അവനവൻ തെരഞ്ഞതിനെ അവനവന് വിശ്വാസമില്ല, ഇനി അവിടെ ഉണ്ടായെങ്കിലോ എന്നൊരു തോന്നലാണ്. കാരണം അസ്വസ്ഥത ആദ്യമേ സൃഷ്ടിച്ചു, എന്നിട്ടാണ് ഈ തെരയൽ പോലും തുടങ്ങിയിരിക്കുന്നത്. സ്വസ്ഥമായിട്ട് ചെയ്യൂ, സ്വസ്ഥമായി ഓരോരോ തട്ടുകൾ തെരഞ്ഞ് പൂർത്തീകരിക്കൂ, പിന്നെ ആ വഴിക്ക് ചിന്തിക്കണ്ടല്ലോ. ഇതിന് ബേസ് ഇതാണ്, ശാന്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാണ് നമ്മുടെ വിജയം. സംഭവങ്ങൾ വരും പോകും, അതെന്റെ ശാന്തിയെയും കൊണ്ട് പോകരുത്, എന്റെ സ്വസ്ഥതയും കൊണ്ട് പോകരുത്. ആ സംഭവങ്ങൾ വന്നു പോകുന്നവരേക്കും എന്റെ ശാന്തിയും സമാധാനവും പോകരുത്, ആ സംഭവങ്ങൾ കഴിഞ്ഞിട്ടും പോകരുത്. ഈ രീതിയിൽ നമ്മൾ നമ്മളെ സജ്ജീകരിക്കണം. സംഭവങ്ങളെക്കാൾ നമ്മളെ നമ്മൾ വലുതാക്കണം. സംഭവങ്ങൾ വലിയതായി മാറി നമുക്ക് ബുദ്ധിമുട്ടാകുന്നത് അതിനേക്കാൾ വലുതാകാൻ നമുക്കറിയാത്തത് കൊണ്ടാണ്. ചില പ്ലാനുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൽ ചെറിയ ചില വിഘ്നങ്ങളൊക്കെ വരും. പക്ഷെ നമ്മുടെ മാനസിക അവസ്ഥ വളരെ മോശമാകുമ്പോൾ, ശക്തിശാലിയല്ലാതെയാകുമ്പോൾ, നമുക്ക് ആ ചെറിയ പ്രശ്നത്തെ വലിയതായി അനുഭവപ്പെടുകയും ആക്ച്വലി ചെറിയതല്ലാതിരുന്ന ആ പ്രശ്നം വലിയതാവുകയും ചെയ്യും. ചെറിയൊരു ഉദാഹരണം ശ്രദ്ധിക്കൂ. നമ്മളൊരു വളരെ ബലമില്ലാത്തൊരു പാലത്തിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മുള കൊണ്ടോ തെങ്ങ് കൊണ്ടോ ഇട്ടിരിക്കുന്ന ഒരു പാലം. അതിന്റെ മുകളിലൂടെ നടക്കുന്ന സമയത്ത് അത് ചെറുതായെന്ന് ആടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയന്നിട്ട് നമ്മുടെ കാല് വിറയ്ക്കുകയും ആ പാലത്തെ എന്റെ കാല് കൂടുതൽ ആട്ടുകയും ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ താഴെ വീഴും, പാലം വീഴില്ല. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതികൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പുരോഗമനത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന സംഭവങ്ങൾ നമ്മളെ ടെൻഷനാക്കുക, നമ്മൾ തന്നെ താഴെ വീഴുക. ഇതുപോലെയാണ് കയറിലൂടെ നടക്കുന്ന അഭ്യാസി
തന്റെ കാലിൽ വിറയൽ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ആ കയറിലുണ്ടാകുന്ന ചാഞ്ചാട്ടത്തെ തന്റെ കാലുകൊണ്ട് കൺട്രോൾ ചെയ്യാനും ശ്രദ്ധിക്കണം. ഇതുപോലെ ഞാൻ ശാന്തമായിരിക്കാനും ശ്രദ്ധിക്കണം. ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഉണ്ടാകുന്ന ചില അശാന്തികളെ എന്റെ ശാന്തിയുടെ ശക്തി കൊണ്ട് പരിഹരിക്കാനും കഴിയണം. ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ സംഭവബഹുലമാകുന്നത്, രസകരമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇനി ഇങ്ങനൊരു കാര്യത്തിൽ ഞാനില്ല, മതിയായി എനിക്ക് ഒരു സംഭവം കൊണ്ട് തന്നെ എന്ന് നമ്മൾ ചിന്തിച്ചു കളയും. വീണ്ടും ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു തവണ ചെയ്തപ്പോൾ തന്നെ തന്റെ അവസ്ഥ മുഴുവൻ മോശമായി. അതുകൊണ്ട് അപ്പൊ ഈ പ്രാക്ടീസ് നമുക്ക് വേണം. ഏതൊരു വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിനെ വലിയതാക്കി മാറ്റണം. ഇതിനെ സ്വമാനങ്ങൾ എന്ന് പറയും ഞങ്ങൾ ഈശ്വരീയ വിദ്യാലയത്തിൽ. സ്വമാനം എന്ന് വെച്ചാൽ തന്നെ ഉയർന്ന അവസ്ഥയെ താൻ ഉണ്ടാക്കിയെടുക്കുക. ഞാനൊരു ദിവ്യനായ ആത്മാവാണ്, ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്, ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ സർവശക്തിവാനായ ഈശ്വരന്റെ കുട്ടിയാണ്. എനിക്ക് എന്ത് കുറവുണ്ട്? എനിക്ക് എല്ലാ കാര്യത്തിനും ദൈവം കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. സർവശക്തനായ അദൃശ്യനായ ഒരു കൂട്ടുകാരൻ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ സർവസമർത്ഥനായ ആത്മാവാണ്. എന്നിൽ സർവശക്തികളും ഗുണങ്ങളുമുണ്ട്. ഇതിനെ ഞാനിപ്പോ ഉപയോഗിക്കണം. ഇങ്ങനെ ഞാൻ ഏകാന്തമായിരുന്ന് ദൃഢതയോടുകൂടിയ ധ്യാന സങ്കല്പങ്ങൾ സ്വീകരിച്ചൊരല്പസമയം ധ്യാനം ചെയ്താൽ എന്റെ ശക്തി കൂടും. ഞാൻ ഏത് വലിയ കാര്യവും ചെയ്യുവാൻ യോഗ്യതയുള്ളവനാകും. ഇത് ധ്യാനത്തിലൂടെ നടക്കുന്ന ഒരു അത്ഭുതമാണ്. ഇനി പ്രശ്നങ്ങളുടെ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ശാന്തരല്ല എങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യും? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. പൊതുവെ ഒരു മനുഷ്യരിലുള്ള ഒരു ധാരണ ആദ്യം തിരുത്തേണ്ടിയിരിക്കുന്നു. എന്താണെന്നറിയോ? ഒരാൾ എന്നോട് കയർത്ത് സംസാരിക്കുമ്പോൾ ഞാനും അയാളോട് കയർത്ത് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് ശക്തിയുണ്ടെന്ന് അയാളും മനസ്സിലാക്കൂ എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ നിറകുടം തുളുമ്പില്ല എന്നാ പറയാ. തന്റെ ശക്തി കാണിക്കേണ്ടത് നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, ഇതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് എന്തുതന്നെ പുറത്തു സംഭവിച്ചാലും എന്റെ അകത്ത് യാതൊരു മാറ്റവും സംഭവിക്കില്ല, ഞാൻ ദൃഢചിത്തനായിരിക്കും എന്ന് ധൈര്യത്തോടെ ദൃഢപ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കണം. പുറമെയുള്ള മനുഷ്യരുടെ വാക്കുകൾക്കൊക്കെ എതിർവാക്ക് പറയാൻ, അവരുടെ പെരുമാറ്റങ്ങൾക്കൊക്കെ എതിർ പെരുമാറ്റം കാഴ്ചവെക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം വളരെ നശിച്ചു പോകും. മുന്നിൽ വരുന്ന ആളുടെ കയ്യിൽ എന്റെ കൺട്രോൾ വരും. അയാൾ ചിരിപ്പിക്കുമ്പോൾ ഞാൻ ചിരിക്കും, അയാൾ കരയിപ്പിക്കുമ്പോൾ ഞാൻ കരയും, അയാൾ താഴ്ത്തിയാൽ ഞാൻ താഴും, അയാൾ പൊക്കിയാൽ ഞാൻ പൊങ്ങും. അപ്പൊ എന്റെ കൺട്രോൾ ആരുടെ കയ്യിലാ? അവരുടെ കയ്യിലല്ലേ. അപ്പൊ ഞാൻ അയാളുടെ അടിമയല്ലേ? ഒരു നല്ല വാക്കിന് നമ്മൾ അടിമയാണ്. ഒരാളൊരു നല്ല വാക്ക് പറഞ്ഞാൽ നമ്മൾ അതിൽ മയങ്ങിപ്പോകുന്നു. നമ്മളൊരു നല്ല വാക്കിന് അടിമയാകുന്നു. ഒരു മോശം വാക്കിനും നമ്മൾ അടിമയാകുന്നു. ഒരാളൊരു മോശം വാക്ക് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് അടിമകളായിട്ട് എന്തിനാ ജീവിക്കുന്നത്? നമ്മുടെ ശാന്തിയുടെ ശക്തി കൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തികളുടെ കളികളെ നമ്മളൊരു തോൽപ്പാവക്കൂത്ത് പോലെ കാണണം. അല്ലെങ്കിൽ അവരുടെ ഒരു അറിവില്ലായ്മ പോലെ കാണണം. അറിവില്ലാത്ത അവരത് പറയുന്നു, അറിവുള്ള ഞാനത് പറയരുത്. അവരവരുടെ സംസ്കാരം കാണിക്കുന്നു, ഞാൻ എന്റെ സംസ്കാരം കാണിക്കണം. അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അവരങ്ങനെ പെരുമാറിയപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മൾ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുകയാണ്. അവരങ്ങനെ പെരുമാറിയതുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറില്ല, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പെരുമാറിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറില്ല. എന്റെ സംസ്കാരം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പെരുമാറുന്നത്. അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. ഒരു തേളിന്റെയും സന്യാസിയുടെയും കഥ എപ്പോഴും പറഞ്ഞു തരലുണ്ട്. ഒരു സന്യാസി പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേള് മുങ്ങി മരിക്കുന്നത് കണ്ടു. രക്ഷപ്പെടുത്താൻ വേണ്ടി സന്യാസി അതിനെ പൊക്കിയെടുത്ത് കരയിൽ കൊണ്ടുപോയിടാൻ നോക്കിയപ്പോൾ അത് കയ്യിൽ കുത്തി, അതിനെ കുടഞ്ഞു, വെള്ളത്തിൽ തന്നെ വീണു. വീണ്ടും അതിനെ കോരിയെടുത്തു, വീണ്ടും പുറത്തു കൊണ്ടിടാൻ നോക്കിയപ്പോഴേക്ക് വീണ്ടും കുത്തി, വീണ്ടും അത് താഴെ വീണു. ഇങ്ങനെ ഒരുപാട് തവണ ചെയ്തപ്പോ ഒരാൾ പറഞ്ഞു, കണ്ടു നിൽക്കുന്ന ഒരാൾ, ആ വൃത്തികെട്ട ജന്തുവിനെ എന്തിനാ ഇങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നു? അത് കുത്തുന്നു കണ്ടില്ലേ, അതിനെ വിടൂ എന്ന് സന്യാസിയോട് പറഞ്ഞു. സന്യാസി പറഞ്ഞു, നോക്കൂ, ആ തേള് അതിന്റെ ജോലിയാണ് കുത്തുക എന്നുള്ളത്, അതിനതേ അറിയൂ. അത് അതിന്റെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ജോലിയാണ് ഈ ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങളെയും രക്ഷിക്കുക എന്നുള്ളത്. അതിനെ കണ്ട് ഞാൻ പഠിക്കണ്ടേ? അത് അതിന്റെ ധർമ്മം പെർഫെക്റ്റായി ചെയ്യുമ്പോൾ ഞാൻ എന്റെ ധർമ്മവും പെർഫെക്റ്റായി ചെയ്യണ്ടേ? ഞാൻ തോറ്റുകൊടുക്കാൻ പാടുമോ എന്നാണ് സന്യാസി ഉത്തരം പറഞ്ഞത്. അപ്പൊ എന്റെ ധർമ്മമേ ഞാൻ ചെയ്യൂ. സന്യാസിയുടെ സ്വഭാവമാണ് സന്യാസി കാണിച്ചത്, തേളിന്റെ സ്വഭാവമാണ് തേള് കാണിച്ചത്. ഇതുപോലെ എന്റെ മുന്നിൽ തേളുകളായി വന്ന് ചിലർ കുത്താൻ നിൽക്കുമ്പോഴും
അവരവരുടെ സംസ്കാരം കാണിക്കുമ്പോൾ ഞാൻ എന്റെ സംസ്കാരം കാണിക്കണം, അവിടെ ഞാൻ എന്റെ മികവ് കാണിക്കണം. അവരങ്ങനെ പെരുമാറിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് വിഡ്ഢിത്തരാണ്. സമ്മതിച്ചു തരാൻ പറ്റില്ല. അവരെങ്ങനെ പെരുമാറിയാലും ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എന്റെ കയ്യിലാണ്, അത് അവരുടെ കയ്യിലല്ല. ആ റിമോട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കരുത്. എന്റെ റിമോട്ട് എന്റെ കയ്യിലായിരിക്കണം. സാധ്യമാണോ ഇത്? ഇത് അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കയ്യിൽ കിട്ടിയ ആഹ്ലാദമുണ്ടാവും നമുക്ക്. നമ്മളിങ്ങനെ വരൂ 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 വരൂ, ആര് വേണമെങ്കിലും വരൂ, പരീക്ഷിച്ചു നോക്കൂ, എന്നെ ദേഷ്യപ്പെടുത്താൻ നോക്കൂ, നിങ്ങൾ സാധിക്കില്ല, ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയണം. എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, എന്നെ ദേഷ്യപ്പെടുത്തിയാൽ 1000 രൂപ അവർക്ക് ഞാൻ തരും എന്ന് പറഞ്ഞു നടക്കുന്ന ആളുണ്ട്. അയാൾക്ക് അത്രയും കോൺഫിഡൻസ് ആണ്. എന്റെ മനസ്സിന്റെ അവസ്ഥ ഞാൻ തീരുമാനിച്ചു വെച്ചതാണ്, അതിങ്ങനെയായിരിക്കും, അത് ഇളക്കാൻ ഒരാൾക്കും പറ്റില്ല, നിങ്ങൾ എന്തു തന്നെ ചെയ്താലും എന്റെ മാനസിക അവസ്ഥ മാറില്ല എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള ചലഞ്ചുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഇത് മറ്റുള്ളവരുടെ കയ്യിൽ പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണം കൊടുത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് ശാന്തിയുടെ ശക്തി ഉപയോഗിക്കൂ. ശാന്തമായിരുന്ന് ശാന്തമായ പ്രതികരണങ്ങൾ. ഇതിലൊരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം, 2 ടെക്നിക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഏതൊരു കാര്യത്തെയും, നമുക്കിഷ്ടമില്ലാത്ത കാര്യവുമാകാം, നമ്മൾ ശാന്തമായി കേൾക്കാൻ പഠിക്കണം. നമുക്ക് 2 ചെവിയും 1 നാവുമാണ്. അതായത് കൂടുതൽ കേൾക്കാനും കുറച്ച് മറുപടി പറയാനും പഠിക്കണം നമ്മൾ. അവരുടെ ഇരട്ടി നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം, പകുതി പറഞ്ഞാൽ മതിയാകണം. ആ രീതിയിലേക്കൊരു സ്വഭാവം വളർത്തുക. അത് ശാന്തമായിട്ട് നിഷ്പക്ഷമായിട്ട്, ഇതിപ്പോ എന്നെ കുറ്റപ്പെടുത്തി വരികയാണ്, കാര്യങ്ങൾ പോകുന്നതിപ്പോ അങ്ങനെയാണ് എന്നൊന്നും നമ്മൾ മുൻധാരണകൾ ചെയ്യരുത്. നമ്മളെ വിഷയത്തെ നിഷ്പക്ഷമായി കേൾക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ കാണാൻ പഠിക്കണം. ശാന്തമായിട്ട് അതിനെ ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ചൊരു വീണ്ടും വിചാരത്തോടുകൂടി അതിന് മറുപടി കൊടുക്കണം. ഏറ്റവും നല്ലൊരു ഐഡിയ, ചില കാര്യങ്ങളിൽ നമ്മളുടെ അവസ്ഥ താളം തെറ്റുന്നു എങ്കിൽ ആ താളം തെറ്റിയ അവസ്ഥയിൽ മറ്റൊരാൾക്ക് മറുപടി കൊടുക്കരുത്, അവരോട് പ്രതികരിക്കരുത്. നിങ്ങളുടെ അവസ്ഥ മോശമായിരിക്കുമ്പോൾ പ്രതികരിച്ച ആ വാക്കോ അല്ലെങ്കിൽ ആ പെരുമാറ്റമോ ആജീവനാന്തം നിങ്ങളുടെ അവസ്ഥ നല്ലതാക്കിയാലും ആ സംഭവം നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും. നിങ്ങൾ എത്ര നല്ല കുട്ടിയായാലും പിന്നീട് അനേക കാലങ്ങൾക്ക് ശേഷം ഇവർ ചോദ്യം ചെയ്യും, എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയും. നിങ്ങൾ അബദ്ധത്തിൽ നിങ്ങളുടെ അവസ്ഥ താളം തെറ്റിയപ്പോൾ പറഞ്ഞൊരു വാക്കോ പെരുമാറ്റോ ആയിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ലൈഫിൽ അതൊരു കല്ലുകടിയായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. അഥവാ വളരെ ഡിസ്റ്റർബ് ആകണമെങ്കിൽ ആ അവസരത്തിൽ നിങ്ങൾ ആ പ്രശ്നം ഉണ്ടാകാൻ കാരണഹേതുവായ ആളിനോട് ഒന്നും പറയരുത്. ആ അവസരത്തിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും കൂടുതലൊന്നും അവരോട് പറയരുത്. പതുക്കെ ആ സിറ്റുവേഷനിൽ ഒന്ന് തൽക്കാലം ഒഴിഞ്ഞു മാറിയാൽ കൂടെ കുഴപ്പമില്ല. ഒഴിഞ്ഞൊരിടത്തിരുന്ന് ഒന്ന് സ്വസ്ഥത വീണ്ടെടുത്ത് നിങ്ങൾക്ക് തിരിച്ച് പഴയ അവസ്ഥയിൽ എത്താൻ കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ കാര്യഗൗരവമുള്ള വിഷയങ്ങളിൽ ഇടപെടാവൂ. എന്നാൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ, കാര്യങ്ങൾ ചെയ്യണ്ടേ. അതിനൊരു സൊല്യൂഷൻ എന്താ വെച്ചാൽ, എങ്ങനെയാണോ നമ്മൾ ജോലിയുടെ ഇടയിൽ കയ്യോ കാലോ മുറിഞ്ഞാൽ നമ്മളൊന്ന് കെട്ടാൻ, ഒരു മുറിവ് കെട്ടാൻ ഒരു ഗ്യാപ്പ് എടുക്കും. പെട്ടെന്ന് ദാഹിക്കുകയോ ഒന്ന് ബാത്റൂം പോകണം തോന്നുകയോ ചെയ്യുക, നമ്മളൊരു സമയം എടുക്കും അതിന്. അതുപോലെ വലിയ സീരിയസ് ആയ ഒരു പ്രോബ്ലമാണ് തന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് അതിനെ പരിഹരിക്കാൻ ഒരു 5-10 മിനിറ്റ് സ്വസ്ഥമായി മെഡിറ്റേഷൻ ചെയ്യണം. തുടർന്നുള്ള സമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമേ. ആ ഒരു 10 മിനിറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ കേടുവരുത്തി കളയും. ഈ ശാന്തമായ സമീപനം പ്രശ്നങ്ങളോട് നമ്മൾ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഒരു ടെക്നിക്ക് എന്താന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ഒരു കാര്യം പിടികിട്ടണം, ഇത് ടെക്നിക്കല്ല, സത്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പ്രശ്നം എന്നാൽ എന്ത്? ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ, ഒരു സെന്റൻസിൽ ഉത്തരം പറയൂ. പ്രശ്നം എന്നാൽ എന്ത്? ഉത്തരമുണ്ടോ? ഉണ്ടോ? ഉണ്ടാവില്ലേ? കാരണം ഈ ലോകത്ത് പ്രശ്നം എന്ന് പറഞ്ഞൊരു സാധനമില്ല. പരീക്ഷകളാണ്, പരീക്ഷണങ്ങൾ. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ, പാണ്ഡവരുടെയും ശ്രീരാമന്റെയും ഒക്കെ കഥകളൊക്കെ വായിക്കുമ്പോഴേ അതിൽ ഈ പ്രശ്നങ്ങൾ എന്ന വാക്ക് പൊതുവെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അവർക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണമെന്നറിയോ? ഒരു കാലം വരയ്ക്കും മനുഷ്യന് വന്നിരുന്ന പ്രശ്നങ്ങളെ പരീക്ഷണങ്ങളായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഈ പരീക്ഷകൾക്കൊരു ഗുണമുണ്ട്, അതിൽ ഉത്തരം എഴുതിയാൽ നമ്മൾ ഗ്രേഡ് കൂടും. അപ്പൊ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിനെ അതിജീവിച്ച്
നമ്മുടെ ജീവിതത്തിന്റെ ഗ്രേഡ് കൂട്ടാനുള്ള അവസരങ്ങളായിട്ടാണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് അതിന് പരീക്ഷണങ്ങൾ എന്ന വാക്കിട്ടത്. എന്നാൽ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി ഇല്ലാതെയായപ്പോൾ നമുക്ക് കാലഘട്ടം മുന്നോട്ട് വന്നിട്ടേ ആത്മശക്തി ക്ഷയിച്ച് നമ്മൾ വളരെ സാധാരണ മനുഷ്യന്മാരായി മാറിയപ്പോ അനവധി ജന്മങ്ങളിലൂടെ. അപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് പരീക്ഷകളില്ലേ, ഇപ്പൊ പ്രശ്നങ്ങളാണുള്ളത്. പരീക്ഷയാണെങ്കിൽ അതിന് ഉത്തരം എഴുതിയാൽ നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ നമുക്ക് അതിനെ പരീക്ഷയായിട്ട് എടുക്കാൻ കഴിയുന്നില്ല, കാരണം നമുക്കതിന് ഉത്തരം ഇല്ല. ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ അതിജീവിച്ചാൽ നമ്മൾ യോഗ്യത നേടുകയാണ് എന്ന് തിരിച്ചറിയാതെ പരീക്ഷകൾക്ക് നമ്മളൊരു പുതിയ പേരിട്ടു, സമസ്യ അല്ലെങ്കിൽ പ്രശ്നം എന്നൊക്കെ പേരിട്ടു. പിന്നെ അതിന് നമുക്ക് സൊല്യൂഷൻ വേണം. പരീക്ഷയാണെങ്കിൽ ഉത്തരം മതിയായിരുന്നു, അത് വൃത്തിയായിട്ട് നമുക്ക് അറിയാമായിരുന്നു. എന്നാൽ ഈ സൊല്യൂഷൻ തേടി നടക്കുകയാണ് ഇപ്പൊ നമ്മൾ. ഇതിനെ പ്രശ്നങ്ങൾ എന്ന് വിളിച്ച്, വിഘ്നങ്ങൾ എന്നെല്ലാം വിളിച്ച്, പരിഹാര കർമ്മങ്ങളും അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളും അങ്ങനെ ഇങ്ങനെയായിട്ട് ഇതിന് കേസ്, കോടതിയൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ജസ്റ്റ് എന്റെ ലൈഫിൽ വന്നൊരു പരീക്ഷണം എന്നുള്ള രീതിയിലെടുത്ത് ഇതിന് എന്റെ മാനസികാവസ്ഥയിൽ കുറച്ച് ഉയർന്ന തലത്തിൽ എന്റെ മാനസികാവസ്ഥ എത്തിച്ചാൽ എനിക്ക് പരീക്ഷണം തരണം ചെയ്യാൻ പറ്റും എന്ന് മാത്രം കരുതിയാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. ഇത് മാനസിക തലത്തിൽ വളർത്തി വലുതാക്കിയിട്ട് നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. ഇപ്പോൾ പ്രശ്നങ്ങൾ 5% വരുന്നുള്ളൂ, പക്ഷെ അതിനെ 75% ആക്കുന്നതാണ് നമ്മുടെ മനസ്സ്. ചിന്തിച്ചിട്ട് ഒരാൾ നമ്മളോട് ഒരു തവണ കുത്തുവാക്ക് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമ്മളോട് ആ കുത്തുവാക്ക് പകല് മുഴുവൻ 100 തവണ ആവർത്തിച്ച് പറഞ്ഞു. അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ. നമ്മളാണ് അതിനെ 100 തവണയാക്കി മാറ്റിയത്. അതിന്റെ ഫോഴ്സ് കൂട്ടിയത് നമ്മളാ. ഒരാൾ ഒരു തവണ നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും, പക്ഷെ ആ കളിയാക്കിയ വാക്കിനെ നമ്മളാണ് 100 തവണ മനസ്സിനകത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മളെ വീണ്ടും കളിയാക്കിയത്. നമ്മളാണ് കാരണക്കാരൻ. ശാന്തിയുള്ളവന് ഇതധികം ബാധിക്കില്ല. തന്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. പരീക്ഷണങ്ങൾ അതിജീവിക്കുവാൻ കഴിയും. ദിവസവും ഒരല്പസമയം ശാന്തമായിരിക്കുക, ഒന്ന്. പിന്നെ ഈ പ്രശ്നങ്ങളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ശാന്തമായിരിക്കാൻ സമയം കണ്ടെത്തണം, മറ്റൊന്ന്. ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ശാന്തിയുടെ ശക്തി സ്വരൂപിച്ചു വെച്ചാൽ പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനിരിക്കേണ്ട ആവശ്യം വരില്ല. ദിവസേന കുറച്ചു സമയം ശാന്തമായിരുന്ന് മനസ്സിനോട് സംസാരിക്കുക. എന്റെ പ്രിയപ്പെട്ട മനസ്സേ, നീ എത്ര വലുതാണ്. ആത്മാവിനോട് സംസാരിക്കുക. ഞാൻ എത്ര തേജോമയനായ ആത്മാവാണ്, ഞാൻ എത്ര ശക്തിശാലിയായ ആത്മാവാണ്. ഈ ശരീരത്തിൽ ജീവിക്കുന്നു ഞാൻ. ഭാഗ്യശാലിയായ ആത്മാവാണ് ഞാൻ. ഈ ശരീരമെന്ന മഹായന്ത്രത്തിന്റെ യജമാനനാണ് ഞാൻ. ഈ ജീവിതമെന്ന ഉത്തരം കിട്ടാത്ത കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നവനാണ് ഞാൻ. ഞാൻ വിജയിയാണ്. ഞാൻ ദിവ്യമായൊരാത്മാവാണ്. ഈ രീതിയിൽ ഞാൻ എന്നെ ശാന്തിയുടെ തരംഗങ്ങൾ കൊണ്ട് ആവരണം ചെയ്ത് പ്രിപ്പയർ ചെയ്തു വെക്കണം. എങ്കിൽ എന്റെ ജീവിതത്തിൽ വരുന്ന സമസ്യകൾക്ക് അവ എന്നിൽ തട്ടി അലിഞ്ഞ് ഇല്ലാതെയാകും, അല്ലെങ്കിൽ അതിന്റെ ശക്തി ക്ഷയിച്ചു പോകും. ഞാൻ വളരെ ശാന്തനാണെങ്കിൽ എന്നിൽ അശാന്തമായ സംഭവങ്ങൾ വന്നു തട്ടുമ്പോൾ അതുകൂടെ ശാന്തമാകും. ഞാൻ അശാന്തനാണെങ്കിൽ വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു സംഭവം എന്നിലേക്ക് വന്ന് തട്ടിയാലും ഞാൻ അതിനെ അശാന്തനാക്കും. ഇതിൽ ഞാനാണ് പ്രധാനം, എന്റെ സ്വഭാവമാണ് പ്രധാനം. അതുകൊണ്ട് ശാന്തി പ്രിയരാകൂ. ശാന്തമായിരിക്കാൻ പഠിക്കൂ. ശാന്തിക്ക് വേണ്ടി അലയാതിരിക്കൂ. ശാന്തി എവിടെ കിട്ടും? എവിടെയും കിട്ടില്ല. ഞാനാണ് ശാന്തി. എന്റെ ഉള്ളിലാണ് ശാന്തി. ഞാനതിനെ എക്സ്പീരിയൻസ് ചെയ്യൂ. ഇരിക്കൂ, ചിന്തിക്കൂ. ഐ ആം പീസ്, ഐ വാണ്ട് പീസ് എന്ന് പറയാതിരിക്കൂ. ഐ ആം പീസ്, ഐ ആം ലവ്, ഐ വാണ്ട് ലവ് എന്ന് പറയാതിരിക്കൂ. എല്ലാം ഞാനാണ്, അത് എന്നിലാണുള്ളത്. ഈ ശാന്തി അനുഭവിക്കുന്നതിനാണ് നമ്മൾ ധ്യാനം അഭ്യസിക്കാൻ പറയുന്നത്. ധ്യാനത്തിലൂടെ മാത്രമേ തന്റെ ഉള്ളിലുള്ള ഈ ശാന്തിയുടെ ശക്തിയെക്കുറിച്ച് അവെയറാകാൻ കഴിയുള്ളൂ. നമ്മൾ ഉണരുള്ളൂ, നമ്മളിലെ ആ ശാന്തി ഉണരുകയുള്ളൂ. ഇതിനെല്ലാവരും പരിശ്രമിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ശാന്തി.